ആ ജാഫർക്ക കേറ്. അവരാരും കേറൂലടാ. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. വാവേ നീ ഒന്ന് സൂക്ഷിച്ചോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ, ഇതെന്ത് നാടാണിത്? വാവേ ഇങ്ങോന്ന് ഞാൻ പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ, നീ പോണം. ഓട്ടം പോകാനാണോ? ഓട്ടം പോവാനോ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചനയൊന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. അത് തന്നെ. അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ? അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കൂ. നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട, നീ പോണം. പിന്നെ ഈ വഴിയിൽ വാട്ടർ ഷെയ്ഡ് കിടക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചിലവര് നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും. ഞാനല്ല, ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, വാട്ടർ ഷാർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പോൾ നാളെ ഓക്കെ. പറ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞ? അയാൾക്ക് ഭ്രാന്ത്. എന്നാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ, എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. അവളെനിക്ക് മെസ്സേജ് ഇട്ടമ്മേ. അവർക്കൊരു കുഴപ്പമില്ല നമ്മളോട്. ഈ പള്ളിക്കാരിയൊക്കെ പേടിച്ചിട്ടാ. എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടുകിടന്നതല്ലേ ഞാൻ അവളെ. പോട്ടമ്മേ, നമുക്കറിയാലോ കാര്യം. ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ്. ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത, 1 വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ. അവക്ക് പ്രായമായപ്പോ പുത്തനുടുപ്പ് ഞാൻ കൊടുത്തതായിട്ടത്. എന്നിട്ടിപ്പോ നീ ഒരുത്തനായതിനൊക്കെ കാരണം. അവന്റെ ഒരു ഓട്ടവും തൂറ്റലും. നല്ലട്ടാ, ഇന്ന് വൈകുന്നേരം പള്ളത്തെ മീറ്റിങ്ങിന് ഞാനും ഉണ്ട്.